ഓൾ. അപ്പോൾ ട്രിവാൻഡ്രത്ത് വന്നപ്പോൾ മുതൽ ഞാൻ കേൾക്കുന്ന ഒരു സ്ഥലമാണ് മദേഴ്സ് വെജ് പ്ലാസ. ഇവിടുത്തെ സദ്യ അടിപൊളിയാണെന്നാണ് ഞാൻ കേട്ടേക്കുന്നത്. അപ്പോൾ ഈ വീക്കെൻഡ് എന്തായാലും ഒന്ന് ട്രൈ ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ആദ്യം തന്നെ ചോറും പരിപ്പും നെയ്യുമാണ് സെർവ് ചെയ്യുന്നത്. ഐ റിയലി ലൈക്ഡ് ഇറ്റ് എ ലോട്ട്. ഞാനൊരു പരിപ്പ് ഫാൻ അല്ല, എന്നാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു സാമ്പാറിൻ്റെ കൂടെ കഴിച്ചതിനേക്കാൾ കൂടുതൽ. പിന്നെ ആസ് യു ക്യാൻ സി ഒരുപാട് കറികളുണ്ടായിരുന്നു, പക്ഷേ എൻ്റെ ഫേവറേറ്റ് ഒരു മധുരക്കറി അതാണ്. നമ്മുടെ ഇവിടെ പൈനാപ്പിൾ പച്ചടിയായിട്ട് കുറേ പീസസ് ഒക്കെ ഉണ്ടാവും, പക്ഷേ ഇത് അങ്ങനെ ഒരു ഗ്രൈൻഡഡ് ഫോമിലാണ് ഉണ്ടായിരുന്നത്. ബട്ട് ദെൻ ഇറ്റ് വാസ് വെരി നൈസ്. 4 കൂട്ടം പായസം ഉണ്ടായിരുന്നു. പായസം വാസ് വെരി യമ്മി. എനിക്ക് അടപ്രഥമനാണ് ഏറ്റവും നമ്മൾ പഴത്തിൻ്റെ കൂടെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ്. നെക്സ്റ്റ് വന്നത് കടലപ്പരിപ്പാണ് വിത്ത് പിന്നെ പാലട ആൻഡ് ദെൻ സേമിയ വിത്ത് ബോളി. ആൻഡ് എനിക്ക് പായസത്തിനേക്കാളും ഇഷ്ടമായത് ബോളിയായിരുന്നു. അങ്ങനെ 4 കൂട്ടം പായസമൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ വയറ് മൊത്തത്തിൽ ഫുള്ളായി. അങ്ങനെ പായസമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഒരു ഇത്തിരി ചോറ് മേടിച്ചു, കാരണം നമുക്ക് ലാസ്റ്റ് പച്ചമോരുണ്ടായിരുന്നു, അതുപോലെ സാധാ മോരുകറി ഉണ്ടായിരുന്നു ആൻഡ് രസം. ഇങ്ങനെ ചോറ് 3ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് 3ഉം ഒഴിച്ച് കഴിക്കാനാണ് എന്നോട് അവിടുത്തെ ഓണർ എന്ന് പറഞ്ഞത്. ആൻഡ് ഇറ്റ് വാസ് വെരി ഇൻട്രസ്റ്റിംഗ്, കാരണം ഓരോ പായസം ഒഴിക്കുമ്പോഴും ഓരോ പായസം എന്തിൻ്റെ കൂടെയാണ് കഴിക്കേണ്ടത്. ലൈക്ക് ഈ പായസം പഴത്തിൻ്റെ കൂടെയാണ്, ഈ പായസം ബോളിയുടെ ഒപ്പമാണ്, ഈ പായസം പപ്പടത്തിൻ്റെ ഒപ്പമാണ്. അതുപോലെ തന്നെ ആദ്യം നമ്മൾ മോരുകറിയാണ് ഒഴിക്കേണ്ടത്, നെക്സ്റ്റ് രസം ആൻഡ് ദെൻ പച്ചമോര്. അങ്ങനെയാണ് നമ്മൾ ഈ സദ്യ എൻഡ് ചെയ്യുന്നത്. അപ്പോൾ ട്രിവാൻഡ്രത്ത് നിങ്ങൾക്ക് നല്ലൊരു സദ്യ കഴിക്കണമെങ്കിൽ നേരെ പാളയത്ത് ബേക്കറി ജംഗ്ഷനിലുള്ള മദേഴ്സ് വെജ് പ്ലാസയിലേക്ക് പോരെ. യു വിൽ ഡെഫിനറ്റ്ലി ലൈക്ക് ഇറ്റ്. സോ യാ, ബൈ ബൈ.